കൊറ്റനാടനും വട്ടമുട്ടിയും കൂടെ ക്രോസ് ആയിട്ടൊരു സാധനം. ഇത്തേന്ന് ഒരു 8 കിലോ ഉണക്ക കുരുമുളക് കിട്ടും. ചേട്ടാ ഇത് കുളവിക്കൂടല്ലേ ചേട്ടാ? അതെ അതെ. ഇത് കൊടിക്കകത്ത് വന്നിരിക്കുമല്ലോ, ഇത് കുത്തി നമ്മൾ തീർന്നില്ലേ? ഒരു 4-5 കുത്തി ഏകദേശം തീരുമാനമാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇടുക്കിയിലെ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു, കാണാൻ പോകുന്നതൊക്കെ ഒരു നല്ല അടിപൊളി കുരുമുളക് തോട്ടമാണ്. നല്ല കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പൊന്ന് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന നിലയിലൊക്കെ വന്നതാണ്. അതിനൊപ്പം തന്നെ ഈ താഴെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് തുടങ്ങിയതുകൊണ്ട് വെള്ളത്തിൻ്റെയൊക്കെ ശക്തി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളൊരു അടിപൊളി എപ്പിസോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ബിൻസ് ചേട്ടനെയാണ്. കഞ്ഞിക്കുഴിക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ കുരുമുളക് കൃഷിയുടെ രീതികളൊക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വളരെ ഹൃദ്യമായ സ്വാഗതം. ഹായ് ബിൻസ് ചേട്ടാ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. എന്താണ് നമ്മളോട് ഇന്ന് പറയാൻ പോകുന്നത്? നമ്മൾ കുരുമുളക് കൃഷിയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം 4 വർഷമായി, 4 വർഷം പൂർത്തിയായി, 5-ാം വർഷത്തിലോട്ട് കിടക്കുന്നു. നമ്മൾ അന്ന് കണ്ടപ്പോൾ ഏത് ഇയർ ആയിരുന്നു? 2-ാം വർഷം അല്ലേ? 3-ാം വർഷം. 3-ാം വർഷം. ഇന്ന് എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്നെ വിളിച്ചത് എന്തിനാണ് അത് പറയും? ഇത് നമ്മളിപ്പം കുരുമുളകിൻ്റെ ഏറ്റവും നല്ലൊരു വളർച്ചയിൽ ചരടിടുന്ന ഒരു പ്രായമാണല്ലോ 5-ാം വർഷം, 4-ാം വർഷം. 5 വർഷമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജൂൺ 2 ആയപ്പോൾ 4 വർഷം പൂർത്തിയായി. 1 മാസം കൂടെ ആയല്ലോ, 49 മാസം കൃത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. ഓക്കെ. ഏതൊക്കെ ഇനങ്ങൾ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എല്ലാം നാടൻ ഇനങ്ങളാണ്. പഴയ ഉള്ള നീലമുണ്ടി തൊട്ട് കരിമുണ്ടയുണ്ട്. കരിമുണ്ട കുറച്ചേ ഉള്ളൂ. നീലമുണ്ടി തൊട്ടൊരു 10-12 നാടൻ ഇനങ്ങളുണ്ട്. ഓക്കെ. ഇത് എന്തോരം സ്ഥലമുണ്ട് മൊത്തം? ഇത് 2 ഏക്കർ. 2 ഏക്കർ. എത്ര കുരുമുളകുണ്ട് ഇപ്പോൾ? ഇത് 940 എണ്ണം. 940. അപ്പോൾ ഒരു ഏക്കറിൽ 500 എണ്ണം കഷ്ടിയേ ഉള്ളൂ. ഇത് ഇച്ചിരി അടുപ്പമാണ് കണക്കിന്. ഇത് ഇറക്കപ്പുറമായതുകൊണ്ട് നമ്മൾ ഇച്ചിരി അല്ലാതെ അത്ര ഇടത്തില്ല. ഏതാ താങ്ങാലും ഇതേക്കുന്ന? ഏതാ? മുരിക്കലാണ്. ഓക്കെ. നമ്മൾ വിളവെടുത്തല്ലോ, നല്ലൊരു പീക്ക് ഈൽഡിലേക്ക് വന്നിരുന്നോ? 3-ാം വർഷം മുതൽ നമ്മൾ ഇതിനും ഈ വർഷത്തെ കൂടാതെ 2 തവണ വിളവെടുത്തു. ഓക്കെ. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചുകൊണ്ട് അങ്ങ് ആരംഭിക്കാം. എത്ര ഉണ്ടായിരുന്നു ഒരു ഏക്കറിൽ നിന്ന് നമുക്കൊരു വിളവ് വന്നപ്പോൾ? ഈ വർഷത്തെ യഥാർത്ഥ വിളവെന്ന് പറയാനായിട്ടുള്ളത് അല്ല, കഴിഞ്ഞ വർഷം എത്ര ഉണ്ട്? കഴിഞ്ഞ വർഷം നമുക്ക് മൊത്തത്തിൽ ഒരു 10 കിൻഡൽ കുരുമുളക്, 1000 കിലോ കുരുമുളക് കിട്ടി 2 ഏക്കറിൽ നിന്ന്. അപ്പോൾ ഒരു 2 കിലോ വെച്ചൊരു അല്ല 1 കിലോ വെച്ച് 1 കിലോ വെച്ച് 1 കിലോ വെച്ച് ഒരു കുരുമുളക് ചെടിയാന്ന് കിട്ടി. ഉണക്കല്ലേ അത്? ഉണക്ക കുരുമുളക്. ഇത് ഏത് ഇനോ? ഇത് ഈ കൊറ്റനാടനും വട്ടമുട്ടിയും കൂടെ ക്രോസ് ആയിട്ടൊരു സാധനം. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് ഈ മണിമുളക് വീടുകൾ. പെപ്പർത്തക്കം പോലെ ഉണ്ടല്ലോ. പെപ്പർ. ഇത് മണി പിടിക്കും മൊത്തത്തിൽ. പക്ഷെ ഇതിന്റെ വേറെ ഉണ്ടായി കിടക്കുന്ന വേറെ ഇതാണല്ലോ. അത് വേറെ. ഇത് ഇപ്പോൾ ഈ പുതുമഴയ്ക്കുണ്ടായ ഇതുണ്ട്. ഇത് പല തരത്തിലുണ്ടാവും. ഇതുണ്ടോ? ജനിതക വൈകല്യം. ജനിതക വൈകല്യം എന്ന് വേണേൽ പറയാം. ഇതുണ്ടോ? മുകളിലിട്ട് കണ്ടോ? കർഷകന് ഗുണമുണ്ടോ? കാണാനൊരു രസമുണ്ട്, അത്രേ ഉള്ളൂ. മുളക് കിട്ടും അത്രയും. പിന്നെ ഇത്ര നീളത്തേന്ന് കിട്ടിയാൽ ഇത്രയല്ലേ കിട്ടുള്ളൂ. ഇതൊക്കെ സന്തോഷമല്ലേ? അതെ, ഇത് കാണുന്ന ഒരു സന്തോഷം. അതെ. ബിൻസേട്ടാ, ഇത് ഏതാണോ ബിൻസേട്ടാ? ഇത് ഏതോ 2 കൊടി തമ്മിൽ ക്രോസ് പരാഗണം നടത്തിയിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് ഏതൊക്കെയാ ഇത്. നിങ്ങൾ പരാഗണം നടത്തിയെടുത്താണോ? അല്ലെന്നേ, തന്നെ പ്രകൃതിദത്തമായിട്ട് പരാഗണം നടക്കുന്ന. പക്ഷെ ഇതിനൊക്കെ ഭയങ്കര വ്യത്യസ്തമാണല്ലോ. ഉണ്ട്. ഇത് വലുതാകുമ്പോഴോ? വലുതാകുമ്പോൾ നല്ല ഇത് ഫുള്ള് തിക്ക് മുളകാണ്. ഇതങ്ങ് മുളക് അങ്ങോട്ട് തിങ്ങിയിട്ട് ഇതൊരു പിരിച്ചിൽ പോലെ വരും. ഉണ്ടോ? നല്ല. അപ്പോൾ നമ്മുടെ ഇതുപോലാണോ? കുമ്പുങ്കൽ പോലെ. കുമ്പുങ്കലിന് ഇച്ചിരി നീളമുണ്ട് ചരടിന്. ഇതിന് അത്ര നീളമില്ലല്ലോ. ഇത് എന്തോ 2 കൊടിയുമായിട്ട് സങ്കരയിനമാണ്. ഇത് പഴയ ആളുകൾക്ക് അറിയാവുന്ന ഒരു ഇനമാണ്. അതേതോ? ഇത് മരമ്പടത്തി. മരമ്പടത്തി അല്ലേ? ഇതിന് 2 വർഷം കൂടുമ്പോഴേ 1 വർഷത്തെ ഉള്ളൂ. ഇത് എന്നാ പറയുന്നത്, 24 കായ്ക്കുള്ളൂ. 24 മാസം കൂടുമ്പോഴേ അവർക്ക് 1 വയസ്സാവുള്ളൂ. അന്നേരം 2 വർഷത്തെ ആദായം ഒറ്റയടിക്ക് കിട്ടും. നല്ല വിളവ്. അയ്യോ, ഇതിപ്പോ ഇത് ചരടിടാൻ തുടങ്ങിയതേ ഉള്ളൂ. ഉണ്ടോ? ചരടിടാൻ തുടങ്ങി. ഇത് ലാസ്റ്റാണ് ചരടിടുന്നത്. ചരടിടാൻ തുടങ്ങി. ഇത് ഇത്തേന്ന് ഒരു 8 കിലോ ഉണക്ക കുരുമുളക് കിട്ടും. ഈ ഒരെണ്ണത്തേന്ന് മാത്രം? ഒരെണ്ണത്തേന്ന് കിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല കാണത്തില്ല, അത് മൊത്തം കായ ഉള്ളു തൊട്ട്. ചേട്ടാ, ഇതും ഒരു പുതിയ ഇനമല്ലോ? ഇതും പുതിയ ഇനമാണ്. നമ്മുടെ ഇവിടെ തന്നെ പറമ്പിൽ ഇങ്ങനെ. എന്നാ ഇതിൻ്റെ പ്രത്യേകത? ഇത് നല്ല കായ കണ്ടില്ല, ഉള്ളു തൊട്ടേ കായ. അതാണ് ചുവട് മുതൽ കായ. മുളകാണേലും നല്ല മുളകാണ്. ഇതുണ്ടോ? ഒരു കവളിൽ തന്നെ 2-3 ചരട്. ഇതുണ്ടോ? ഇതെങ്ങനെ ഇത്രയും വെറൈറ്റി ഇവിടെ വരാനുള്ള കാരണം? ഇത് നമ്മളിങ്ങനെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിമുളക് വീണ് കിളുക്കുമല്ലോ, അന്നേരം അത് നമ്മളതിനകത്ത് കിളുത്ത് വരുമ്പോഴത്തേക്കും ഇച്ചിരി പവറുള്ളതും ഒക്കെ മാറ്റി എവിടെയെങ്കിലും ഇടും. എന്ന് പറഞ്ഞാൽ മരത്തേലല്ല, എവിടെയെങ്കിലും മരക്കുറ്റിയിലോ കയ്യാലോ സൈഡിലോ. എന്നിട്ട് അതിൻ്റെ കയറ്റവും കണ്ണി കുത്തി ചരട് കണ്ടു കഴിയുമ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന താങ്ങുകാലയിൽ ഒരു 10 വർഷമായിട്ട് തപ്പിപ്പിടിച്ചുണ്ടാക്കിയെടുത്ത ഇതൊക്കെ.
ഇങ്ങനത്തെ പല വെറൈറ്റി ഇങ്ങനത്തെ വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ? അല്ലല്ല, ഒരു 80% നീലമുണ്ടിയാണ്. പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ നല്ല ഇനങ്ങൾ ഒരു 10 ഇനം 12 ഇനം ഉണ്ട്. ഇതേപോലെ ഒരു 12ഓളം ഇനമുണ്ട്. 2 കൊടിയുടെ സങ്കര ഇനമായിട്ട് വന്നതേ. കരിമുണ്ടയും നീലമുണ്ടിയായിട്ട് ക്രോസ് വന്നത്, വട്ടമുണ്ടിയും നീലമുണ്ടിയായിട്ട് ക്രോസ് വന്നത്. ചേട്ടാ, ഈ നീലമുണ്ടി കൂടുതൽ ചെയ്യാനുള്ള കാരണം എന്നാ? നീലമുണ്ടി നമ്മൾ ഇത് നമ്മുടെ പണ്ട് കാലത്ത് എനിക്കൊരു 40 വർഷം മുന്നേ 40 വർഷം പഴക്കമുള്ള കൊടി വരെ ഇപ്പം നിൽപ്പുണ്ട്. അത് കേടുകില്ലല്ലോ. പിന്നെ ഈ കുരുമുളകിന് യൂറോപ്പിലോട്ട് ഡിമാൻഡ് കൂടുതലാണ്. നീലമുണ്ടി തന്നെ കളക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരു 80% നീലമുണ്ടി ആയതുകൊണ്ട് നീലമുണ്ടി കുരുമുളക് യൂറോപ്പിലോട്ട് നേരെ എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുക. അതിന് തന്നെ പ്രത്യേകത ഇതെന്തോ ഒരു ഫ്ലേവറിന് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ വില കൂടുതൽ കിട്ടുമോ? ഇപ്പം മാർക്കറ്റ് വിലയേക്കാളും 100 രൂപ കൂടുതൽ കിട്ടും. നമ്മൾ ഈ നീലമുണ്ടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് കൃഷി ചെയ്ത് നോക്കിയപ്പോൾ, അല്ലാതെ ഒരു കർഷകൻ ചെയ്യുകയാണെങ്കിൽ? ഒരു കർഷകൻ ചെയ്യുവാണെങ്കിൽ ഇത് പറഞ്ഞാൽ ഇതുണ്ട്, മുളക് കുരുമുളക് ഇതുണ്ട്. ഇത് ഇപ്പോൾ പുഞ്ചമുളക് എന്ന് പറയുന്ന സാധനമാണ്. നല്ല ബോൾട്ട് മുളകാണ്, നല്ല തൂക്കമുണ്ട്, എല്ലാ വർഷവും നല്ല കായ്ക്കും. അല്ല, ഞാൻ പറയും കുഞ്ചുമുളക് എല്ലാ കൊടികൾക്കും മിക്ക കൊടികൾക്കും ഉണ്ടാകുന്നതല്ലേ? പൊതുവേ അതിന് വലിയ ആദായമായിട്ട് പറയാൻ പറ്റുമോ? അല്ല, പുഞ്ചമുളക് കണക്കൂട്ടണ്ട. പുഞ്ചമുളക് ആദായമായിട്ട് കണക്കൂട്ടണ്ട. നമുക്ക് ഇതിന്റെ പുഞ്ചമുളക് ഒന്നും എടുക്കാൻ പറ്റുകയില്ല. ഇതിന് ഇപ്പൊ ഏണിയാരി പറിക്കത്തില്ലല്ലോ, ചരടെല്ലാം പോകും. കയ്യെത്തുന്നേരം പറിക്കും. പുഞ്ചമുളകല്ല, ഇതിപ്പോ അടുത്ത വർഷത്തേക്കുള്ള ചരടാണല്ലോ കാണുന്നേ. എല്ലാ വർഷവും ഇതുപോലെ നന്നായി ചരട് കായ്ക്കും. ചോട് മൂല കണ്ണു കുത്തുന്നുണ്ടോ? ചോട് മൂല കണ്ണു കുത്തും. നമുക്കൊരു 15 അടി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 അടി ഹൈറ്റിലും കുരുമുളകാ. അത്രയും കുരുമുളകുണ്ട്. ഈൽഡ് കൂടുതലുണ്ട്. പട്ടാരം കണ്ടോ, വട്ടം. ഇപ്പൊ ഒരു 2-3 പേര് നിന്ന് വട്ടം പിടിച്ചാൽ അതിനുള്ള വട്ടാരം. എന്നാലേ നമുക്ക് കുരുമുളകിന് ഒരു കുരുമുളക് ഏടിയെന്ന് ഇത്ര കിലോ കിട്ടണമെന്ന് പറഞ്ഞാൽ ഉയരം മാത്രം പോരാ, അതിന്റെ വട്ടവും നോക്കണം. ശരാശരി ഒരു ചെടിയെന്ന് എത്ര കിലോ ഉണക്ക കിട്ടും നമുക്ക്? ഈ ഇതെന്നൊക്കെ കൂടുതൽ കിട്ടും. ഞാനൊരു ഇപ്പൊ ഈ വർഷം അങ്ങനെ നോക്കണ്ട, ഞാൻ പറഞ്ഞ ഇതിന്റെ മറന്നാൽ മതി. ഈ വർഷം 2 കിലോ വെച്ച് ശരാശരി. അല്ലെന്ന് ഞാൻ ഈ നീലമുണ്ടി ആണെങ്കിൽ ഒരു ഇത്തേന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 5 കിലോ കുരുമുളക് ഇപ്പൊ ഈ നിൽക്കുന്ന ചെടിയാലോ ഈ വർഷം കിട്ടും. 5 കിലോ കുരുമുളക് ഉണക്ക കിട്ടും. ഉണക്ക കുരുമുളക് കിട്ടും. നീലമുണ്ടി തന്നെയാണെങ്കിൽ നീലമുണ്ടി തന്നെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊടിയുടെ വലിപ്പത്തിലാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ, ഇത് കുളവിക്കൂടല്ലേ ചേട്ടാ? അതെ. ഇത് കൊടിക്കകത്ത് വന്നിരിക്കുമല്ലോ, ഇത് കുത്തി നമ്മൾ തീർന്നില്ലേ? ഒരു 4-5 എണ്ണം കുത്തി ഏകദേശം തീരുമാനമാണ്. ഇപ്പം വയലന്റ് ആകുമോ? ഇപ്പം വയലന്റ് ആകുകയില്ല. അവരെ ഉദ്രവിച്ചാൽ മാത്രം. ഇപ്പം അടുത്ത മാസത്തോടു കൂടി ഇവർ ഇതിനകത്തുനിന്ന് പിരിഞ്ഞു പോകും. 6-7 വാതിലുണ്ടായിരുന്നേ, അത് എല്ലാം അടച്ച് ഒറ്റ വാതിലായി. അപ്പോൾ അവരുടെ കണ്ടിട്ട് പേടിയാകുന്നു. പേടിയാവും. ഇത് കുത്തിയാൽ നമ്മൾ തീരൂല ചേട്ടാ. അതിനെ ഉദ്രവിച്ച ഓടിച്ചിട്ട് കുത്തിയാലോ? ട്രംപിനെ പോലെ അല്ലല്ലോ, അങ്ങോട്ട് ഉദ്രവിച്ചാൽ മാത്രമേ. അല്ല, ഇങ്ങോട്ട് വന്ന് അടിക്കുമോ? ഇങ്ങോട്ട് വന്ന് അടിക്കുകയില്ല. ഇങ്ങോട്ട് വന്ന് അടിക്കാനാണ് ഞാൻ ഒന്ന് ഇതിൻ്റെ ഒട്ടിക്കൂടെ നടക്കുന്നല്ലേ. കരിമുണ്ടയും മരമ്പടത്തിയും കൂടെ പോളിനേഷൻ നടന്ന് കിട്ടിയ ഒരു കൊടിയായത്. അതെങ്ങനെ നിങ്ങൾക്കറിയാവുന്നത്? അങ്ങനെ നമ്മൾ ഈ ഇല കാണുന്ന കരിമുണ്ടയുടെ ഒരു ഇലയുടെ രീതി ഉണ്ടോ? തണ്ട് മരമ്പടത്തി ഇതുണ്ടോ? കുരുമുളക് കരിമുണ്ടയുടെ ഏകദേശം മരമ്പടത്തിയുടെയും കൂടെ സെയിം. ഇതൊരു വെറൈറ്റി അല്ലയോ? അതെ. ഇതെന്ത്, ഏതൊക്കെ തമ്മിൽ? ഇത് കാഞ്ഞിരമുണ്ടിയും കരിമുണ്ടയും കൂടെ തമ്മിൽ. കാഞ്ഞിരമുണ്ടി. ഇതെല്ലാം ഇല നോക്കി നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? ഇലയെ നമുക്ക് ഇലയും തണ്ട് കുരുമുളക്. ഇതിനകത്തൊരു 60% കരിമുണ്ടയുടെയാണ് മാതൃഗുണം. അപ്പൊ ഇവിടെ ഉണ്ടായ തൈകളൊന്നും കളയല, ഈ പൊഴിഞ്ഞു വീണുണ്ടാവും. പൊഴിഞ്ഞു വീഴുന്ന ഈ ചോലയിലൊക്കെ ഈ അരിമുളക് വീഴുക എന്ന് പറയും. പറഞ്ഞാൽ ഈ പക്ഷിയൊക്കെ തിന്നിട്ട് പോയിട്ട് അതെല്ലാം നിങ്ങളെടുത്ത് അതെല്ലാം സൂക്ഷിക്കുകയില്ല. അതിനകത്ത് കിളുത്ത് വരുമ്പോൾ അതിനകത്ത് അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് അത് മാത്രം പതുക്കെ ഇളക്കിയെടുത്ത് എവിടെയെങ്കിലും. ഇത് നീലമുണ്ടിയും വെള്ളമുണ്ടിയും കൂടെ ക്രോസ് പരാഗണം നടന്നൊരു കൊടിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതെല്ലാ വർഷവും കായ്ക്കും. നല്ല ചരട്, നല്ല ഫുള്ള് മണി, നല്ല ബോൾട്ട്, ലിറ്റർ വെയിറ്റ് എല്ലാം ഉണ്ട്. ഇത് കരിമുണ്ടയായിട്ട് ക്രോസ് ആയൊരു കൊടിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പ്രത്യേകത കൊടിയിലോട്ട് നോക്കിയാൽ അറിയാം. പ്രത്യേകത തിരി പിടിക്കും, നല്ല തിരിപിടുത്തം, നല്ല മണിപിടുത്തം, നല്ല തൂക്കം. ഇത് കരിമുണ്ടയായിട്ട് ക്രോസ് ആകുമ്പോൾ കരിമുണ്ടയുടെ കുറച്ച് ഗുണമുണ്ടല്ലോ, അതിൻ്റെ എല്ലാ ഗുണമുണ്ട്. പിന്നെ കേടുകുറവുണ്ട്, നല്ല കേടുകുറവാണ്. ഇത് തോട്ടമുണ്ടി. ഇതൊക്കെ പഴയ ആൾക്കാർക്ക് അറിയാം തോട്ടമുണ്ടി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒക്കെ കുറവാണ്. നല്ല ഈൽഡ് വരുന്ന. ഇത് കരിമുണ്ട മുളകിൻ്റെ അതേ തൂക്കം കിട്ടും. എല്ലാ വർഷവും ഒരുപോലെ കഴിക്കും. എല്ലാ വർഷവും ഒരേപോലെ കഴിക്കും. ഈ ചെറിയ കൊടിയാണല്ലോ. ചെറിയ കൊടി എന്ന് പറഞ്ഞാൽ നീലമുണ്ടി വെക്കുന്ന പോലെ പൊക്കം വെക്കുകയില്ല. പിന്നെ മഴ കൃത്യമല്ലേ, പോളിനേഷൻ നടക്കാനായിട്ട് മണിപിടുത്തം കുറയും. മഴ കൃത്യം അല്ലെങ്കിൽ ഇരുമണിയും പോലെ, ഇരുമണിയനല്ല മണി എണ്ണം കുറവായിരിക്കും. പോളിനേഷൻ നടന്നാൽ തിക്ക് മുളക്. ബിൻസേട്ടാ, നമ്മുടെ ഈ കുരുമുളക് കൃഷി എങ്ങനെയുണ്ട്? ലാഭമാണോ? എങ്ങനെ ബിൻസേട്ടൻ എന്ത് തോന്നുന്നു? കുരുമുളക് കൃഷി ലാഭമാണ്. എന്തുകൊണ്ടാണ് ലാഭം എന്ന് പറയുന്നത്? ഉൽപ്പാദനം ഇപ്പം കേട് പഴയ പോലെ കേടില്ലല്ലോ. ഉൽപ്പാദനം ഉണ്ട്. നമ്മൾ തനിവിളയായിട്ട് ചെയ്താലേ അതിൻ്റെ യഥാർത്ഥം നമുക്ക് ആദായം എത്രയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇടവിളയായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളതിൻ്റെ ജോലിയും കാര്യങ്ങളും നമ്മൾ ഏത് കൃഷി ചെയ്താലും തനിവിളയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
കുരുമുളക് തനിവിളയായിട്ട് തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാലേ അതിൻ്റെ യഥാർത്ഥ വരുമാനം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് താങ്ങുകാൽ പുതിയത് അവൈലബിൾ ആണല്ലോ. അതെ, പല ന്യൂജൻ താങ്ങുകാലുകളുണ്ട്. അതെ, അതുപോലെ പുതിയൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ട്രഡീഷണൽ ആയിട്ട് മുരിക്കിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ? ഞാൻ താങ്ങുകാലിനല്ല പ്രാധാന്യം, കുരുമുളകിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന കാരണം. അങ്ങനെ പറയുന്നത് നിങ്ങൾ മറ്റ് താങ്ങുകാലുകൾ കൊള്ളത്തില്ലെന്നാണോ അതിൻ്റെ അർത്ഥം? കൊള്ളത്തില്ലെന്നല്ല, നമ്മുടെ കുരുമുളകിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകാണല്ലോ നമുക്ക് ആദായം, താങ്ങുകാലേന്ന് ആദായം കിട്ടുന്നില്ലല്ലോ. അത് അങ്ങനെ പറയാനുള്ള നിങ്ങൾ ഏത് ഇത് താങ്ങുകാലിന് ഉദ്ദേശിച്ച് പറഞ്ഞത്? പയ്യാനിയൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പയ്യാനി ഒരു 4-ാം വർഷമായി കഴിയുമ്പോഴത്തേക്കും കുരുമുളകിനെ കീഴ്പ്പെടുത്തും. പയ്യാനിയാണല്ലോ ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. എൻ്റെ പേരും കയറി പയ്യാനി. അല്ല, മുരിക്ക് ഭയങ്കരമായിട്ട് കേട് വരുന്നില്ലേ ഇപ്പോൾ? മുരിക്കിന് അങ്ങനെ കേടില്ലെന്നേ. ഇതൊക്കെ എന്നാ പറയുന്നേ, ചുമ്മാ പറയുന്ന മുരിക്കിന് കേടില്ല. മുരിക്കിന് കേടൊന്നുമില്ല. അല്ലാതെ അത് താങ്ങാലാക്കി നല്ലോണം ചെയ്യാൻ പറ്റും. കൃഷിക്കാർ പറയട്ടെ, നഴ്സറിക്കാരല്ലേ പറയുന്നത് താങ്ങാൽ മുരിക്ക് കൊള്ളത്തില്ലെന്ന്. കൃഷിക്കാരെ കൊണ്ട് പറയിപ്പിക്കുവാന്നാണ് എൻ്റെ ഒരു കണക്ക്. അല്ല, മുരിക്ക് പലയിടങ്ങളിലും ചെയ്തിട്ട് ഒരു 6-7 വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് കേടുവന്ന് മുരിക്ക് പെടന്നു പോകാനുള്ള സാധ്യത പലരും പറയുന്നുണ്ട്, പല കർഷകരും പറയുന്നുണ്ട്. തോട്ടം നമ്മൾ ശരിക്കും പരിപാലനം നടത്തി കഴിഞ്ഞാൽ മുരിക്കിനും കുഴപ്പമില്ല, കൊടിക്കും കുഴപ്പമില്ല. ഒരുപാട് നമ്മൾ ഈ എന്നാ പറയുന്നത് കെമിക്കൽസ് ഉപയോഗിച്ച് മുരിക്കിനും കെമിക്കൽ താങ്ങുവേല, കുരുമുളകും താങ്ങുവേല, രണ്ടും പോവും. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം എന്നാണ് പറയുന്നത്. ജൈവവളം കൊടുത്താൽ മാത്രം മതി. കുരുമുളക് ജൈവ കൃഷി ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. ഇപ്പോൾ ചില വർഷം നമ്മൾ പോളിയാറടിച്ച് മറ്റേതാണ് കായ്പ്പിക്കുക. ഇത് നമ്മൾ ഒരു വർഷം കായ്ച്ചിട്ട് കുറവായിരിക്കും, അത് കുഴപ്പമില്ല, എന്നാലും കൊടി വളരും, ഇത് കേടില്ല. നിങ്ങളുടെ വളപ്രയോഗ രീതി ഒന്ന് പറഞ്ഞു എന്തൊക്കെയാണ്? ഞാൻ കുമ്മായം ആണ് ആദ്യമേ ചെയ്യും. ഒരു 250 ഗ്രാം കുമ്മായം വെച്ച് നമ്മളൊരു ചെടിക്ക് ആദ്യം തുള്ളി കൊടുക്കും. ഒരു 5-ാം വർഷം, ഇപ്പോൾ 5-ാം വർഷം കൂടിയാണല്ലോ. അത് കഴിഞ്ഞൊരു 20 ദിവസം കഴിയുമ്പം ഒരു കൊട്ട ചാണകം, ഒരു പാട്ടാന്ന് കണക്ക് കൂട്ടിക്കും, ഒരു പാട്ട ചാണകം ഒരു കൊടിക്കിടും. പിന്നെ ആണ്ടിൽ 3 തവണ കള മാറ്റും. പിന്നെ വിളവെടുക്കുന്ന പണി അത് അത്രേ ഉള്ളൂ. അതിന് 3-ാം വർഷം കഴിഞ്ഞാൽ കൊടി പണി തീരെ കുറവ്. പിന്നെ മുരിക്കിൻ്റെ തളുപ്പൊക്കെ നമ്മൾ തോട്ടിക്ക് തന്നെ എത്തി കളഞ്ഞ് 2 തളുപ്പാക്കി നിർത്തും. അതായത് നിങ്ങൾ മറ്റു രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല? ഒരു തരി പോലും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മണ്ണിന് ചില മൂലകങ്ങളുടെ കുറവ് വരികയല്ലേ? മണ്ണ് പരിശോധിക്കും. അല്ല, അന്നേരം നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് മൂലകങ്ങളുടെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ ഇത് കൂട്ട് നമ്മൾ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് വന്നു കഴിഞ്ഞാൽ അത് മാത്രം നമ്മൾ ചെയ്യും. നമ്മൾ 2018 പ്രളയം വന്നു. ആ സമയത്ത് ഞങ്ങൾ മണ്ണ് പരിശോധിച്ചപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ അളവ് ശകലം കുറവുണ്ടായിരുന്നു. കുമ്മായി ഇടുന്ന കൂടെ തന്നെ മഗ്നീഷ്യം കൂട്ടി ചേർത്ത് ഇട്ട് കൊടുത്തു. രാസവളം ഉപയോഗിക്കില്ല. രാസവളം ഉപയോഗിക്കേണ്ട കാര്യമില്ല കുരുമുളകിന്. മണ്ണ് നമ്മൾ കാണുമ്പോൾ നല്ലോണം തിരിയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കുരുമുളക് നന്നായിട്ട് തിരിയിട്ട് നിൽക്കുന്ന ഒരു സമയം. ഇത്രയും തിരിയിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാം തന്നെ നമുക്ക് കിട്ടുമോ? അത് കിട്ടും. പിന്നെ നമ്മൾക്ക് ഇനി ഈ കൊല്ലം മഴ കുറവാണ്. മഴ കൂടുതലാണെങ്കിൽ 2 തവണ നമ്മൾ കുമിൾനാശിനി കൊടുക്കും. ഒന്ന് COC അല്ലെ തുരിശും കുമ്മായും. അന്നേരം നമുക്ക് ഇത് കിട്ടും എന്തായാലും ഈൽഡ് മൊത്തം കിട്ടും. തിരികൊഴിച്ചിൽ കുറവാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വളം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പൊഴിച്ചിലായിരിക്കും. ഇംഗ്ലീഷ് വളം എന്ന് വെച്ചാൽ രാസവളം. ഇംഗ്ലീഷ് മരുന്ന് പോലെ. നിങ്ങൾ ഹോമിയോ ആണ് ഇഷ്ടപ്പെടുന്നത്? ഹോമിയോ ഒന്നും പറയാൻ പറ്റത്തില്ല. ജൈവം നമ്മുടെ കൃഷിക്കുള്ളതെല്ലാം നമ്മുടെ മണ്ണിലുണ്ട്. മണ്ണ് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും. ഏലത്തിന് നമുക്ക് പറ്റത്തില്ല, അത് ഇംഗ്ലീഷിലേ പോവുള്ളൂ. ഏലത്തിന് കൃഷി ചെയ്യുന്ന പോലെ കുരുമുളകിന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കുരുമുളകിന് ആയുസ് കുറയും, നമ്മുടെ മണ്ണ് നശിച്ചു പോവും. നിങ്ങളൊരു കുരുമുളകിന് എത്ര ആയുസ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് 30 വർഷം പഴക്കമുള്ള കുരുമുളക് വരെ നിൽപ്പുണ്ട്. 30-35 വർഷം പഴക്കമുള്ളത് വരെ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ രീതി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കുരുമുളക് നല്ല ആയുസുള്ള വിളയാണ്. നമുക്കിതിന് മാർക്കറ്റും അതുപോലെയാണ്. ഇത് നമ്മൾ കുരുമുളകിന് ഇപ്പോൾ ഈ കൊല്ലം 700 രൂപ ശരാശരി ഒരു ആവറേജ് വിലയുണ്ടായിരുന്നു. നമ്മളെ കൊടുത്തതല്ല 800 രൂപ കുരുമുളക് 100 രൂപ മാർക്കറ്റ് കൂട്ടിയാണ് കൊടുത്തത്. അന്നും പറഞ്ഞ് രാസവളം ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ കുരുമുളക് ആകാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന് മൂലകങ്ങൾ അല്ലേ കൊടുക്കുന്നുള്ളൂ. കീടനാശിനിയാണ് ഏറ്റവും ഇതിനകത്ത് മെയിൻ പ്രശ്നം. ഇപ്പോൾ ഒരു NPK വളം ഇട്ടെന്ന് പറഞ്ഞാലും ഇത് ജൈവം അല്ലാതെ പിന്നെ നമ്മൾ NPK ഇടാത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓവർ ഇത് തളുക്കും വളരും, കേട് കൂടാൻ സാധ്യതയാണ്. അതാണ് നമുക്കല്ലാതെ തന്നെ വളർച്ചയുണ്ട്. അത് കണ്ട് പിന്നെ നമുക്ക് NPK വളം കൊടുക്കുന്നില്ല. NPK വളം കൊടുത്തെന്ന് പറഞ്ഞ് ഇപ്പോൾ ജൈവം അല്ലാതാകുന്നുമില്ല. വേരുകേടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ചാണകപ്പൊടി ഇടുമ്പോൾ ഡൈറ്റോടെർമ ചേർത്ത് അത് അതിൻ്റെ പാകപ്പെടുത്തി നമ്മൾ ഇടുന്നത്. അല്ല, ചാണകപ്പൊടി ഡയറക്റ്റ് കൊടുക്കുന്നത് തന്നെ ചെടിക്ക് കേടുള്ള സാധ്യതയില്ല. അതിനകത്ത് ഒന്നാമത് ചൂട് ഹീറ്റ് അധികമായിട്ടുണ്ടാവും. പിന്നെ അതിനകത്ത് പുഴുക്കൾ വണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ഇത് നമ്മൾ ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ പെർമിനേഷൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അല്ല, നിങ്ങൾ ഡയറക്റ്റ് പച്ച ചാണകം അല്ലല്ലോ ഉപയോഗിക്കുന്നത്. അല്ല, ചാണകപ്പൊടി ആണെങ്കിൽ നമ്മളിത് ചാണകപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത് വാട്ടി ഉണക്കി കൂട്ടി ഇടുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഈ സാധനം ആകുന്നേ. അത് കഴിഞ്ഞിട്ട് ആ ചൂടാറി കഴിയുമ്പോഴത്തേക്കും തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം ഡൈറ്റോഡെർമ ചേർത്ത് നമ്മളത് മിക്സ് ചെയ്ത് അങ്ങനെ ആക്കി ഇടും. വർഷത്തെ എത്ര തവണ കൊടുക്കുന്നത്? ചാണകപ്പൊടി ഒറ്റ തവണ ഉള്ളൂ. ഒരു ചെടിക്ക് എത്ര കിലോ കൊടുക്കും? നമുക്ക് സ്വന്തമായിട്ട് ഫാമുള്ള കാരണം, നമ്മുടെ തറവാട്ടി ഫാമുള്ള കാരണം നമ്മൾ ഒരു പാട്ട ചാണകപ്പൊടി ഒരു പാട്ടാന്ന് വെച്ചാൽ എന്തോ ഒരു 10 കിലോ 10 കിലോ ഒന്നുമല്ല, ഓരോ 5 പാട്ടയാണ് ഒരു ചാക്ക് ചാണകം 5 പൊടിക്കിടും. കിലോ കണക്കെന്ന് പറഞ്ഞാൽ 40 കിലോ ആണ് ഒരു പാട്ട. ഒരു ചാക്ക്.
ഒരു ചാക്ക് നമ്മൾ ഒരു കുരുമുളക് ഇല്ല അത് 5 കൊടിക്കിടും. അപ്പോൾ ഏകദേശം 10 കിലോയ്ക്ക് അടുത്ത്. 10 കിലോ നമ്മുടെ ചാണകം 10 കിലോ കാണും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ അങ്ങനെ വെയിലത്തിട്ട് ഉണങ്ങുന്ന ചാണകമല്ല. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പൈനാപ്പിളിൻ്റെ ലീഫ് കൊടുക്കുന്ന ചാണകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പുല്ല് കൊടുത്ത് നമുക്ക് രണ്ടും ഉണ്ട്, ഫാമിൽ രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇച്ചിരിയുടെ മെച്ചം കാണുന്നത് നമ്മൾ കന്നാരപ്പോള കൊടുക്കുന്ന ചാണകം ഇടുമ്പോൾ കേടും കുറവുണ്ട്. മറ്റേതുപോലെ അങ്ങ് അളിഞ്ഞു പോവുമല്ലോ ഈ ചാണകം. ഒരു തരിതരിപ്പുണ്ട് ചെടിക്ക്, ഇച്ചിരിയുടെ മെച്ചം അതായി ഇപ്പോൾ കാണുന്നത്. നമ്മൾ വേറെ എന്തൊക്കെയാണ് കുരുമുളകിന് നമ്മുടേതായ ഒരു കൃഷി രീതി എന്തൊക്കെയാണ്, പണികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ കവർ തൈ അല്ല വെക്കുന്നത്, ചെന്തല മുറിച്ചിടുക. അത് ഒരു ജൂൺ 10 കാർത്തിക ഞാറ്റുവേലയുണ്ട്. ആ ഞാറ്റുവേല ഒരു 15 ദിവസമുണ്ട്. ഞാറ്റുവേലയ്ക്കുള്ളിൽ കൊടി മൊത്തം ഇട്ട് തീർക്കും. ഞാറ്റുവേലയ്ക്ക് കൃഷി ചെയ്യുന്നുണ്ട് എന്താ ഗുണം? തിരുവാതിര ഞാറ്റുവേലയാണ് കുരുമുളക് കൃഷിയുടെ അതാണ് ഏറ്റവും നമുക്ക് 4 തല വെച്ചാണല്ലോ നമ്മൾ ഇടുന്നത്. അതിനകത്ത് ഒരു 90% 4 തല പിടിക്കും. അതിനകത്ത് ഒരു കുഴിപ്പാടെന്ന് പറഞ്ഞത് വരുവേല തിരുവാതിര ഞാറ്റുവേലയിൽ. ആ തിരുവാതിര ഞാറ്റുവേലയുടെ ഗുണം നമുക്ക് ആവശ്യത്തിന് പാകത്തിന് മഴയും പെയ്യും, പാകത്തിന് ചൂടുമുണ്ട്, അടഞ്ഞു കെട്ടി മഴയില്ല, അഴുകി ഒറ്റ തല പോകത്തില്ല. ചെന്തല ഇട്ട് പിടിക്കണമെങ്കിൽ കവർ തൈയാണെങ്കിൽ പോവുമല്ലെന്ന് നോക്കാം. നമ്മൾ ചെന്തലയിലേ ഇടുന്നത്, എന്നാലും ഒറ്റ തല പോലും പോവില്ല. അത് ഏത് സമയമാണ് കറക്റ്റ്? അത് ജൂൺ ആദ്യമേ, ജൂൺ ഒരു 10 കൂടി അതിനിടെ. അത് നമ്മൾ കലണ്ടർ നോക്കി അറിയാം തിരുവാതിര ഞാറ്റുവേല എന്നത്തെ കാണും. അത് എത്ര ദിവസം കാണും? അതൊരു 15 ദിവസം. ഈ 15 ദിവസത്തിനിടെ നമ്മൾ നമുക്ക് അതിനിടയ്ക്ക് ഇളമ്പക്കം വരും. അപ്പം കുരുമുളകിന് നല്ല ഹെൽത്തും ഉണ്ടാവുമോ? എങ്ങനെയാ? പഴയ കാരണവന്മാർ പറയുന്നത് തിരുവാതിര ഞാറ്റുവേലയിൽ നട്ടാൽ ഒരു തലേ വർഷം നടുന്നതിന് തുല്യമാണെന്ന് അവർ. ഒരു വർഷത്തെ വളർച്ച കൂടുതലാണ് എന്ന് പറയാം. തിരുവാതിര ഞാറ്റുവേല കഴിഞ്ഞ് നടുന്ന ചെടി ഏക്കാട്ടിൽ ഒരു വർഷത്തെ വളർച്ച കൂടുതൽ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് നട്ടാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ താങ്ങുകാലിനല്ല എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പൈപ്പിലും കോൺക്രീറ്റിലും ഒന്നും കൃഷി ചെയ്യുന്നില്ല? PVC കുഴപ്പമില്ല. ഇത് താങ്ങ് ഇപ്പോൾ ഞാൻ ഈ മുരിക്കിൻ്റെ ഒരു ഗുണം ഞാൻ പറയാം. മുരിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു വർഷം ആയ മുരിക്ക് ഇപ്പോൾ ഈ പൊക്കത്തിൽ നമ്മൾ കട്ട് ചെയ്യുന്നു. അവിടുന്ന് 2 തളുപ്പ് കയറും. ഈ കൊടി കയറി വന്ന് കവരയ്ക്കിടയിൽ ഒന്ന് മറിയും. അവിടെ ഒന്ന് കൊടി ഒന്ന് വട്ടം വെക്കും. പിന്നെ മുകളിലോട്ട് കയറി പിന്നെ അതുപോലെ 2 അടി 3 അടി പൊക്കി നമ്മൾ പിന്നെയും വെട്ടും. അവിടെയും ഒന്ന് മറിഞ്ഞ് വട്ടം വെക്കും. കൊടിക്ക് പട്ടാരവും പക്കും കിട്ടണമെങ്കിൽ മുരിക്ക്. പയ്യാനി എന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് പോകുന്നു, കൊടി നേരെ പോകുന്നു. സൈഡിലോട്ട് വളരാൻ അവർക്ക് താല്പര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരം കിട്ടുന്നില്ലല്ലോ. ഇത് മുകളിലൊന്നും മറിയും, അന്നേരം ഇടയ്ക്കെല്ലാം കണ്ണി കുത്തും. താങ്ങുമരം മുരിക്കൻ്റെ പഴയ കാരണവന്മാർ ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെ കുരുമുളക്. അതാ എൻ്റെ ഒരു ശരി. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കഞ്ഞിക്കുഴിക്കാരൻ ബിൻസിയേട്ടൻ്റെ കുരുമുളക് കൃഷിയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 വർഷം മുമ്പാണ് ബിൻസിയേട്ടനെ ഇവിടെ വന്ന് കാണുകയും കുരുമുളക് കൃഷിയെക്കുറിച്ച് പരിചയപ്പെടുകയൊക്കെ ചെയ്തത്. അന്ന് അദ്ദേഹം ഈ മുരിക്കിലാണ് കുരുമുളക് കൃഷി ചെയ്തിരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ വന്നത്. എങ്ങനെയുണ്ട് താങ്ങുകാലായ മുരിക്ക്, അതിൻ്റെ കൃഷി രീതികൾ എങ്ങനെയുണ്ട്, ആ വിശേഷങ്ങളൊക്കെ ഒന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം നമ്മൾ ഇടുക്കിയിലെ കഞ്ഞിക്കുഴിയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.